പൂജാരിയുമായി സൗഹൃദം സ്ഥാപിച്ച വീട്ടിൽ അതിക്രമിച്ചു കയറി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കൊടകര പറക്കാട്ടുകര സ്വദേശിനി സൂര്യയാണ് കൊടകര പോലീസിന്റെ പിടിയിലായത്. കൊടകര മറ്റത്തൂർ സ്വദേശിയായ അജീഷ് എന്ന പൂജാരിയുടെ വീട്ടിലായിരുന്നു മോഷണം നടന്നത്. പ്രശ്നപരിഹാരങ്ങൾക്കായി അജീഷിനെ കാണാൻ സൂര്യ സ്ഥിരമായി എത്തുമായിരുന്നു. ഈ പരിചയമാണ് വലിയൊരു കവർച്ചയിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 16-നായിരുന്നു മോഷണം നടന്നത്. പതിവ് പോലെ അജീഷിന്റെ വീട്ടിലെത്തിയ സൂര്യ അദ്ദേഹം അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു. അജീഷിനോട് കുശലാന്വേഷണം നടത്തി ഏറെ നേരം ചിലവിട്ട സൂര്യ അദ്ദേഹം ചായയോ മറ്റോ തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് പോയ നിമിഷമാണ് മോഷണത്തിനായി തിരഞ്ഞെടുത്തത്. നിമിഷങ്ങൾക്കുള്ളിൽ അലമാര തുറന്ന് സ്വർണം കൈക്കലാക്കിയ ഉടൻ തന്നെ സൂര്യ അവിടെ നിന്ന് സ്ഥലം വിട്ടു. വീടുടമയ്ക്ക് യാതൊരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു പെരുമാറ്റം. എന്നാൽ വൈകിട്ടായതോടെ സ്വർണം കാണാതായത് അജീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മോഷ്ടിച്ച ആഭരണങ്ങൾ യുവതി ഉടൻ തന്നെ ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ വിറ്റു. ഇതിൽ നിന്ന് ലഭിച്ച വൻതുക ഉപയോഗിച്ച് തന്റെ പണയത്തിലായിരുന്ന ആഭരണങ്ങൾ തിരിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്തത്. കവർച്ചാ പണം ഉപയോഗിച്ച പുതിയ സ്വർണ്ണമാലയും കമ്മലും സൂര്യ വാങ്ങി. പഴയ കടങ്ങൾ വീട്ടി തന്റെ ജീവിത സാഹചര്യം പെട്ടെന്ന് മാറ്റിയെടുക്കാനാണ് യുവതി ശ്രമിച്ചത്. കവർച്ചാ പണം കൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളും സൂര്യ വാങ്ങി. LDTV ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വീട്ടിലെത്തിച്ചു. പെട്ടെന്നുണ്ടായ ഈ മാറ്റമാണ് അയൽവാസികളിലും പോലീസിലും സംശയമുണ്ടാക്കിയത്. മോഷണത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിസമ്പന്നമായ രീതിയിലായിരുന്നു സൂര്യയുടെ ജീവിതം. മുന്തിയ വസ്ത്രങ്ങളും മറ്റ് ആഡംബര വസ്തുക്കളും വാങ്ങിക്കൂട്ടാൻ യുവതി മടിച്ചില്ല. വീട്ടിൽ നിന്ന് സ്വർണം കാണാതായതോടെ അജീഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു. വീട്ടിൽ വന്നുപോയ ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രാഥമിക അന്വേഷണം. തൃശൂർ റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. സൂര്യയുടെ പെട്ടെന്നുണ്ടായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വിവരം ലഭിച്ചതോടെ പോലീസ് അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. സൂര്യയെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തപ്പോൾ ആദ്യം കുറ്റം നിഷേധിച്ചുവെങ്കിലും ശാസ്ത്രീയ തെളിവുകൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ കുറ്റം സമ്മതിച്ചു. യുവതി സ്വർണം വിറ്റ സ്ഥാപനത്തിൽ പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ചു. അവിടെ നിന്ന് ലഭിച്ച രേഖകൾ മോഷണം സ്ഥിരീകരിക്കാൻ സഹായിച്ചു. സൂര്യ വിറ്റതും പണയം വെച്ചതുമായ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കി. ചില ആഭരണങ്ങൾ ഇതിനകം തന്നെ കണ്ടെടുത്തു. കൊടകര ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൂര്യയെ വലയിലാക്കിയത്. യുവതിക്ക് ഇതിനു മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ദൈവിക കാര്യങ്ങൾക്കായി പൂജാരിയെ സമീപിക്കുകയും പിന്നീട് അതേ വീട്ടിൽ കവർച്ച നടത്തുകയും ചെയ്ത സൂര്യയുടെ നടപടി നാടിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സൂര്യയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. പൂജാരിയുടെ വീട്ടിൽ നടന്ന ഈ മോഷണവും യുവതിയുടെ ആഡംബര ജീവിതവും മറ്റത്തൂർ മേഖലയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അപരിചിതരെയും പരിചയക്കാരെയും വീട്ടിൽ കയറ്റുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. സൂര്യയെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും മോഷണം മുതൽ വാങ്ങിയ സ്ഥാപനങ്ങൾക്ക് നിയമവിരുദ്ധമായ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.